ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യായമായ അവസരങ്ങളൊക്കെ അവർ തട്ടിപ്പറിച്ചെടുക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു ധ്വനി അതിൻ്റെ അകത്തുണ്ട്. അതിലെന്തുമാത്രം ശരിയുണ്ട്? ഈ നായരി ഇഴവ ഐക്യം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാരണം എന്താ വെച്ചാൽ വരാൻ പോകുന്ന UDF സർക്കാരാണ് എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാണ്. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ പത്രക്കാരെ കാണുന്ന ആളാണ്. പുള്ളിക്കത് ഒരു ഹരമാണ്. ആ നായരി ഇഴവ സഖ്യം, നായരി ഇഴവ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നൊരു നിലപാടെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ വലിയ ആലോചനയുണ്ട്, ആസൂത്രണമുണ്ട്. തികച്ചും യാദൃശ്ചികം എന്ന് പറഞ്ഞുകൂടാ. ചങ്ങനാശ്ശേരി അതിരൂപത പാസ്സാക്കിയ ഒരു പ്രമേയത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കും എന്ന ഒരു ഡിമാൻഡ് മുൻകൂട്ടി വന്നിട്ടുണ്ട്. VD സതീശനെ ഇത്രയും അറഞ്ചം പുറഞ്ചം തെറി വിളിച്ചിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ്, സുകുമാരൻ നായർ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയും പറയില്ല. നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യം വേണം എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ അരുളി ചെയ്തത് നമ്മളൊക്കെ കേട്ടു. പലരും വിചാരിച്ചിട്ടുള്ള ഇതൊരു പുതിയ മുദ്രാവാക്യമാണ്. പുള്ളി പഴയ നിലപാട് അല്പം കൂടി വിശാലമാക്കി അതിൽ ക്രിസ്ത്യാനികൾക്ക് കൂടി ഒരു അവസരം നൽകി എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയല്ല. 2020 ഒക്ടോബറിൽ മൈസൂരിൽ നടന്ന SNDPയുടെ നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. ഞാൻ SNDPക്കാരനല്ലെങ്കിലും അതിലൊരു ക്ഷണിതാവായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. ഞാനവിടെ പോയി സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഈ മുദ്രാവാക്യം പരിഷ്കരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ പരിഷ്കരിക്കപ്പെട്ട മുദ്രാവാക്യമാണ് ഈ നായാടി മുതൽക്ക് നമ്പൂരി വരെ എന്നുള്ളത്. അതിൻ്റെ സ്കോപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കിയത്. അപ്പോൾ അതിലെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യായമായ അവസരങ്ങളൊക്കെ അവർ തട്ടിപ്പറിച്ചെടുക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു ധ്വനി അതിൻ്റെ അകത്തുണ്ട്. അതിലെന്തുമാത്രം ശരിയുണ്ട്, എന്തുമാത്രം തെറ്റുണ്ടെന്നുള്ള വേറെ കാര്യമാണ്. പക്ഷേ ഇങ്ങനൊരു മുദ്രാവാക്യം അദ്ദേഹം നേരത്തെ തന്നെ കോയിൻ ചെയ്തു. ഇന്നലെയാണ് അത് പുറത്തേക്ക് വന്നുള്ളൂ എന്ന് മാത്രം. പക്ഷേ ഈ നായാടി മുതൽ നമ്പൂരി വരെ എന്നുള്ളതിൽ ഇതുവരെ നായരുണ്ടായിരുന്നില്ല. അത് നായിൽ തന്നെയാണ് ആരംഭിക്കുന്നതെങ്കിലും നായന്മാർ കുറച്ചു കാലമായിട്ട് ഇതിൻ്റെ പരിധിക്ക് പുറത്തായിരുന്നു. ഇന്നലെ നായന്മാർ കൂടി അതിൽ അണിചേർന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് പ്രത്യേകിച്ച് ഒരു പ്രകോപനം കൂടാതെ ഈ നായരി ഇഴവ ഐക്യം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. കാരണം എന്താ വെച്ചാൽ വരാൻ പോകുന്ന UDF സർക്കാരാണ് എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാണ്. വലിയ അട്ടിമറികളൊന്നും സംഭവിച്ചില്ല, മഹാത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ 2026 ഏപ്രിൽ മാസത്തിൽ നടന്ന് മെയ് മാസത്തിൽ റിസൾട്ട് വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ രക്ഷയൊന്നുമില്ല. BJPക്കും പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല. UDF ആയിരിക്കും അധികാരത്തിൽ വരിക. UDFലെ പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ് ആണെങ്കിലും പ്രബലമായ കക്ഷി മുസ്ലിം ലീഗ് ആയിരിക്കും. അത് നായന്മാർക്കും അറിയാം, ഈഴവർക്കും അറിയാം, മറ്റെല്ലാ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അറിയാം, ക്രിസ്ത്യാനികൾക്കും അറിയാം. അപ്പോൾ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു സർക്കാർ വരും. ഈ അവകാശങ്ങളെല്ലാം അല്ലെങ്കിൽ ആനുകൂല്യങ്ങളെല്ലാം, നേട്ടങ്ങളെല്ലാം ലീഗ് വഴിക്ക് പാണക്കാട്ടേക്ക് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലേക്ക്, അതും അല്ലെങ്കിൽ മലബാർ ഭാഗത്തേക്ക് പോകും. തിരുവിതാംകൂറിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒറ്റപ്പെട്ടു പോകും. അവർക്കൊരു ആനുകൂല്യം ഇല്ലാത്ത അവസ്ഥ വരും എന്ന ഒരു സംശയം അല്ലെങ്കിൽ ഒരു ഭയം, ഒരാശങ്ക ഈ ഭൂരിപക്ഷ സമുദായക്കാർക്കിടയിലുണ്ട്. അതിനെ പരമാവധി ആളിക്കത്തിക്കാനും ഇതിൻ്റെ താൽക്കാലികമായിട്ടുള്ള നേട്ടം LDFനും ആത്യന്തികമായ ഗുണം BJPക്കും ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ പ്രബലമായ 2 സമുദായ സംഘടനാ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ കുറച്ചു കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ ചാടിക്കയറി പത്രസമ്മേളനം നടത്തുകയോ പ്രസ്താവന ഇറക്കുകയോ ചെയ്യാത്ത ആളാണ് സുകുമാരൻ നായർ. അദ്ദേഹം വളരെ ആലോചിച്ച് അത്യപൂർവമായിട്ട് മാത്രമേ പത്രക്കാർക്ക് പിടികൊടുക്കുകയുള്ളൂ. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ പത്രക്കാരെ കാണുന്ന ആളാണ്. പുള്ളിക്കത്
ഒരു ഹരമാണ്. പലപ്പോഴും വിവാദപരമായിട്ടുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളൊക്കെ അദ്ദേഹം നടത്താറുണ്ട്. സുകുമാരൻ നായർ അങ്ങനെയല്ല. അദ്ദേഹം പെരുന്ന വിട്ട് പുറത്തൊരു സ്ഥലത്ത് പോകാറില്ല. അവിടെ തന്നെ പത്രക്കാരെ പരമാവധി കയറ്റാറില്ല. ടി വി ചാനലുകാരെ വിശേഷിച്ചും ആ പരിസരത്തേക്ക് അടുപ്പിക്കില്ല. അദ്ദേഹത്തിന് അത്ര അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇന്നലെ ആ പതിവുകളൊക്കെ തെറ്റിച്ച് അദ്ദേഹം പെട്ടെന്ന് നായർ ഈഴവ സഖ്യം, നായർ ഈഴവ ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നൊരു നിലപാടെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ വലിയ ആലോചനയുണ്ട്, ആസൂത്രണമുണ്ട്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല നായർ ഈഴവ ഐക്യം. മാത്രമല്ല, നായർ ഈഴവ ഐക്യം എന്നാണ് പേര് പറയുന്നതെങ്കിലും അത് ഭൂരിപക്ഷ ഐക്യമായിട്ട് മാറാൻ അധികം സമയം വേണ്ട. കാരണം ഇതര സമുദായ സംഘടനകളും ഏതാണ്ട് ഇതേ ചിന്താഗതിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തും. SNDPയും NSS എടുക്കുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് തന്നെയാണ് സാധാരണഗതിയിൽ ധീവരസഭയും വിശ്വകർമ്മ സഭയും ബ്രാഹ്മണ സഭയും യോഗക്ഷേമ സഭയും ബാക്കി സകല സഭകളും എടുക്കുക. അതിനാണ് സാധ്യത വളരെ കൂടുതൽ. നമ്മൾ കാണാൻ പോകുന്നത് വോട്ടർമാരുടെ ഇടയിൽ ഈ രീതിയിൽ ഐക്യമുണ്ടാവുമോ എന്നെനിക്കറിയില്ല. ഈ വിവിധ ഹിന്ദു സംഘടനകളുടെ ഒരു കൂട്ടായ്മ കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരാൻ പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട, UDF ഭരണമാണ് വരുന്നതെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം പരമാവധി കുറയ്ക്കുക. ആ രീതിയിൽ എന്തെങ്കിലും ഉറപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് പരിശ്രമിച്ചാലും UDFനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഇവരുടെ ആഹ്വാനം കേട്ടിട്ട് നല്ലവരായ നായന്മാരോ ഈഴവരോ വിശ്വകർമ്മരോ ധീവരരോ ബ്രാഹ്മണ സഭാ അംഗങ്ങളോ നമ്പൂരിമാരെ എല്ലാവരും വോട്ട് മാറ്റി LDFന് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ നാട്ടിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു. പിന്നെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അങ്ങനെ വരുമ്പോൾ അവരിടക്കാലത്ത് LDFൽ നിന്നും UDFൽ നിന്നും അകന്ന് ഏതാണ്ട് ഒരു സമദൂര സിദ്ധാന്തം പോലെയാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ കുറേ കൂടി പ്രായോഗികമതികളായതുകൊണ്ട് UDF സർക്കാർ വരുമ്പോൾ അതിൽ നിന്ന് എന്ത് ആനുകൂല്യം നേടിയെടുക്കാം എന്ന കാര്യമാണ് അവർ ആലോചിക്കുന്നത്. പക്ഷേ ഇന്നലെ തന്നെ തികച്ചും യാദൃശ്ചികം എന്ന് പറഞ്ഞുകൂടാ, ചങ്ങനാശ്ശേരി അതിരൂപത പാസ്സാക്കിയ ഒരു പ്രമേയത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി നേരിട്ട് ഏറ്റെടുക്കും എന്ന ഒരു ഡിമാൻഡ് മുൻകൂട്ടി വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, മന്ത്രിസഭ രൂപീകരിച്ചിട്ടില്ല, വകുപ്പ് വിഭജനം നടത്തിയിട്ടില്ല. പക്ഷേ മുൻകൂട്ടി ഒരാവശ്യം ചങ്ങനാശ്ശേരി അതിരൂപത മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് വരാൻ പോകുന്ന സർക്കാരിൽ 2026 മേയിൽ വരാൻ പോകുന്ന സർക്കാരിൽ ഏത് പാർട്ടിയെ ജയിക്കുക ഏത് മുന്നണി ജയിക്കുക നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ അത് മുഖ്യമന്ത്രി ആരായിരിക്കും അറിയില്ല. അത് ചെന്നിത്തല ആകാം, നമ്മുടെ സതീശനാകാം, KC വേണുഗോപാലാകാം, ആരുമാകാം. കുഞ്ഞാലിക്കുട്ടി ആയാൽ ചങ്ങനാശ്ശേരിക്കാർ കുടുങ്ങിപ്പോവും. കാരണം ഇവരുടെ പ്രമേയം അനുസരിച്ച് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കുഞ്ഞാലിക്കുട്ടി കയ്യിൽ വെക്കാൻ തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാവും. ആർക്ക്? എനിക്കല്ല, ചങ്ങനാശ്ശേരി അതിരൂപതക്കാർക്ക്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആവില്ല എന്ന വിശ്വാസത്തിലാണ് അവർ ഇങ്ങനൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്. അതുമാത്രമല്ല, ന്യൂനപക്ഷ കമ്മീഷനിൽ അതിൻ്റെ ചെയർമാൻ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ റൊട്ടേഷൻ പാലിക്കണം അല്ലെങ്കിൽ സംവരണം പാലിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വരാൻ പോകുന്ന ഈ ആവശ്യങ്ങളുടെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ NSS SNDP ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അത് കണ്ണടച്ചിരിക്കാൻ പറ്റുകയില്ല. VD സതീശനെ ഇത്രയും അറഞ്ചം പുറഞ്ചം തെറി വിളിച്ചിട്ടും കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ്, സുകുമാരൻ നായർ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനിയും പറയില്ല. KC വേണുഗോപാലും പറയില്ല, രമേശ് ചെന്നിത്തലയും പറയില്ല, അടൂർ പ്രകാശും പറയില്ല, കൊടിക്കുന്നിൽ സുരേഷും ഒരിക്കലും പറയില്ല. ആരും പറയില്ല. പറയാത്തതെന്ന് വെച്ചാൽ ഈ സമുദായ പ്രമാണിമാർ ഇവർക്കൊക്കെ സത്യത്തിൽ ഭയമാണ്. VD സതീശനോ VM സുധീരനോ മുമ്പ് PT തോമസിനോ അല്ലാതെ ഒരാൾക്കും ഇവരൊന്നും വെല്ലുവിളിക്കാൻ പറ്റുകയില്ല. അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം അതാത് സ്ഥലങ്ങളിലെ കരയോഗം ആഫീസുകളിൽ പോയി വോട്ട് ചോദിക്കാനുള്ളതാണ്. SNDPയുടെ സകല ശാഖകളിലും നടന്ന് വോട്ട് ചോദിക്കാനുള്ളതാണ്. സകല പള്ളികളിലും സകല മസ്ജിദുകളിലും സകല മദ്രസയിലും പോയി വോട്ട് ചോദിക്കാനുള്ളതാണ്. അവിടെ നിന്നൊക്കെ കിട്ടുന്ന വോട്ട് കൊണ്ടാണ് ഇവർ ജയിക്കുന്നത്. അല്ലാണ്ട് നെഞ്ചു പിടിച്ച് മതനിരപേക്ഷത മതേതരത്വം എന്നൊന്നും പറഞ്ഞാൽ ഈ നാട്ടിൽ വോട്ട് കിട്ടില്ല. LDFന് കിട്ടിയാലും UDFന് കിട്ടുകയില്ല. അപ്പോൾ ഇവരൊക്കെ ഈ സമുദായ സംഘടനകളെ പേടിക്കേണ്ടത് ആവശ്യമാണ്, അവരെ താങ്ങേണ്ടത് ആവശ്യമാണ്. അവരെ കാണുമ്പോൾ ഈ തോളത്ത് കിടക്കുന്നത് രണ്ടാം മുണ്ടെടുത്ത്
ആരെങ്കിലും കെട്ടി കൈയും പൊത്തി നിൽക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്തത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സതീശൻ പ്രതികരിക്കുന്നത്. സതീശന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ബാക്കി ആർക്കും പറയാൻ പറ്റില്ല. 139 മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികൾക്കും ഇത് പറയാൻ പറ്റില്ല. വടക്കം പറവൂരെ വോട്ടർമാരെ കുറിച്ച് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ് സതീശൻ ഇത്രയും ധൈര്യമായിട്ട് നിലപാടെടുക്കുന്നത്. ബാക്കി സകല ആൾക്കാരും ഇനിയിപ്പോൾ ഇതുകൊണ്ട് സതീശൻ വീഴണമെങ്കിൽ വീഴട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഞാനിപ്പോൾ അവരുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. ഈ നായാടി മുതൽ നസ്രാണി വരെ എന്ന മുദ്രാവാക്യം പുതുതായിട്ട് ഉണ്ടായതല്ല, നേരത്തെ ഉള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് അതിന് വലിയ ഒരു പ്രചാരം ലഭിച്ചത്, അല്ലെങ്കിൽ പ്രചാരം സിദ്ധിച്ചത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇത് താൽക്കാലികമായിട്ട് LDFനും ആത്യന്തികമായിട്ട് BJPക്കും ഗുണം ചെയ്യും. കാരണം ഈ സാമുദായിക ധ്രുവീകരണം നമ്മുടെ നാട്ടിൽ സാമാന്യം നല്ല രീതിയിലുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കിയാൽ പോലും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും.